ഒരുപാട് കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് പോകാന്ന് വിചാരിച്ചു. അതും ഒരു ഗേൾസ് ട്രിപ്പ്. KSRTCയിൽ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ സൗത്തിൽ നിന്നാണ് ഞങ്ങൾ ബസ് ബോർഡ് ചെയ്യുന്നത്. ഞങ്ങൾ ബസ്സിൽ കയറ്റിയിട്ട് 4 മണിക്ക് വരുമെന്ന് പറഞ്ഞത് അവിടെ ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ സെൽഫി എടുക്കുമ്പോൾ അങ്ങനെ ഒരു നീണ്ടൊരു കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ബസ് വന്നു. പോണ വഴിക്ക് തന്നെ കാണാൻ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാരെത്തി അവരുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വട്ടവരെ പോകണം. ഇത് കഴിഞ്ഞിട്ട് മൂന്നാറിൽ നിന്ന് ഞങ്ങൾ വട്ടവടേക്കുള്ള ബസ് കയറി. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കാണാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവട വരെ പോകുമ്പോൾ മാട്ടുപ്പെട്ടി ഡാം, ഇക്കോ പോയിന്റ്, അങ്ങനത്തെ ഒരുപാട് പ്ലേസ് പാസ് ചെയ്തിട്ടാണ് എത്തുന്നത്. വട്ടവട വില്ലേജൊക്കെ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് 3 മണിക്കാണ് വെള്ളപ്പട്ടിയിൽ ആ സമയത്താണ് ഞങ്ങൾ പോകുള്ളൂ. അതുവരെ ഇവിടെ ചുമ്മാ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിൽ പോയാണ്. ഇവര് പറഞ്ഞു സ്ട്രോബെറി തോട്ടത്തിൽ ചെന്നിട്ട് ചോദിച്ചല്ലേ പറഞ്ഞേ, സ്ട്രോബെറി തോട്ടത്തിൽ ചെന്നിട്ട് സ്ട്രോബെറി പറിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങൾ സ്ട്രോബെറി പറിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോവാണ്. ഇപ്പൊ നിനക്ക് വിശ്വാസമില്ലല്ലേ? അവിടെ കുറെ തോട്ടം കണ്ടോ? അത് സ്ട്രോബെറിയാണ്. അതെ, നമുക്ക് അവിടെ പോയി നോക്കാം. ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിൽ പോന്നു. അവിടെ സ്ട്രോബെറി തോട്ടമുണ്ട്. അപ്പൊ അവിടെയാണ് പോണത്. സ്ട്രോബെറി തോട്ടം കാണാൻ പോവാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ടാണ് സ്ട്രോബെറി. അപ്പൊ അത് കാണാൻ പോവാണ്. സ്ട്രോബെറി വേറൊരു സ്ട്രോബെറി തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. കണ്ട സ്ട്രോബെറീസ് വരുന്നുണ്ട്, കാണുന്നുണ്ടോ? വട്ടവടയിൽ കുറച്ച് നേരം കറങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് എല്ലേപ്പട്ടിക്ക് പോയി. മൂന്നാർ ബസ്സിൽ തന്നെയാണ് എല്ലേപ്പട്ടിക്ക് പോകേണ്ടത്. ഈ എല്ലേപ്പട്ടി വട്ടവടയുടെയും മൂന്നാറിൻ്റെയും നടുക്കായിട്ട് വരും. ഗായ്സ്, ഞങ്ങൾ അങ്ങനെ എല്ലേപ്പട്ടിയിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ താഴെ എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെയാണോ മല, അപ്പുറത്താണോ മല എന്നറിയില്ല, എവിടെയോ കയറി പോകണം. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അവിടെ വില്ലേജൊക്കെ ഉണ്ട്. അതാണ് വില്ലേജ്. നമ്മളിനി മല കയറിയിട്ടാണ് പോകേണ്ടത്. അവിടെ പോണ വഴി. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് തുടങ്ങി. 3 കിലോമീറ്റർ നടന്നിട്ട് വേണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്ലൗഡ് ഫാമിൻ്റെ ആ ഒരു പ്ലേസിലോട്ട് എത്താൻ. അതും മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് നടന്നു തുടങ്ങിയത്. ഞങ്ങളിതേ ട്രക്കിംഗ് തുടങ്ങി നടക്കുവാണ്. എല്ലാവരും ഫ്രണ്ട്ലി പോകുന്നുണ്ട്. എന്തായാലും ഇതാണ് വഴി. തേയില തോട്ടൊക്കെ ഉണ്ട്. ഞാൻ ചെവിയിൽ ഇതൊക്കെ വെച്ചിട്ടിരിക്കുവാണ്. തണുപ്പുണ്ട്, മഴയുണ്ട്, റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്. അവരെല്ലാവരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്. എന്തായാലും മോളിൽ ചെന്നിട്ട് കാണിച്ചു കേറാ. മഴ പെയ്തുകൊണ്ട് തന്നെ ഫുൾ വെറ്റായി കിടക്കുമായിരുന്നു. വഴിയെല്ലാം സ്ലിപ്പറി ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് ഇങ്ങനെ വെള്ളവും കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോണ വഴിക്ക് കുറച്ച് കാടും കുറച്ച് തേയിലത്തോട്ടം അങ്ങനെയായിരുന്നു. പോണ വഴിക്കൊക്കെ ഒടുക്കത്തെ മഴയും കൂടി ആയിരുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ പത്തനംതിട്ട വാസികളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ട്രക്കിങ്ങിന് വരരുത്. കാരണം നിങ്ങളുടെ ദേശത്ത് എന്തുണ്ട്? മലയുണ്ട്, കുന്നുണ്ട്, ചളിയുണ്ട്. നിങ്ങൾ വെറുതെ ഇങ്ങനെയാണ് കാശ് കൊടുത്ത് കയറി വരുന്നത്. ഇത് കണ്ടോ? അട്ട കടിച്ച് ചോര ഒഴുകുന്നത് നിങ്ങൾ കണ്ടോ?
അപ്പം നിങ്ങൾ ഇത് ചെയ്യരുതെന്ന് നീതിയുമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ 3 കിലോമീറ്റർ നടന്നിട്ട് വയ്യാണ്ടായി സത്യം പറഞ്ഞാൽ. പക്ഷെ കയറി വന്നപ്പോൾ അടിപൊളി കാഴ്ചയാണ്. വേർത്താണ്. കഷ്ടപ്പെട്ടാൽ പോലും അട്ടക്ക് കടികൊള്ളും എന്നാ പോലെ കഷ്ടപ്പെട്ടാൽ പോലും അടിപൊളി സ്ഥലം. സൂപ്പർ ഗൈസ്. കണ്ടോ, ഇതാണ് നമ്മൾ എത്തിയ സ്ഥലം. അവിടെയാണ് നമ്മുടെ ടെൻറ്റ്. അവിടെ എവിടെയെങ്കിലൊക്കെ നമ്മൾ നിൽക്കും. പിന്നെ ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യും. രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി വീണ്ടും മല കയറണല്ലേ. അതെ, മൊത്തം കയറ്റുക. പക്ഷെ കൊള്ള കാണാം കേട്ടോ. ഇച്ചിരി കൂടി അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ആകാശമാണെന്ന് തോന്നുന്നു. എനിക്ക് പൊതുവെ ഹൈറ്റ് പേടിയാണ്. പക്ഷെ എന്നാലും ഇവിടെ ഞാൻ എങ്ങനെയൊക്കെ ധൈര്യത്തോടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നടന്നു വന്നു. ഞങ്ങളുടെ ടെൻറ്റ് അവിടെ ഇപ്പോൾ വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് ഞങ്ങളുടെ ടെൻറ്റ്. ഈ 3 ഞങ്ങളുടെ ടെൻറ്റ്. എൻ്റെ കാലിൽ അട്ട കയറി. കുറേ അട്ടയുണ്ടായിരുന്നു. എല്ലാത്തിനും ഇവൾ കൊന്നുകൊണ്ടിരിക്കുവാണ്. എൻ്റെ കാലിലും ഷിജിൻ്റെ എന്നും ബ്ലഡ് വരാൻ തുടങ്ങി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു സിറ്റി തന്നെ കാണാം. ദേ മല, പിന്നെ സിറ്റി. എനിക്ക് കുറച്ച് ഹൈറ്റ് പേടിയാണ്, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോകാത്തത്. ഇവിടെയാണ് നമ്മുടെ ടെൻറ്റ്. ഇത് രണ്ടും ഉണ്ടോ. അത് കഴിഞ്ഞ് പിന്നെ സൺസെറ്റ് കാണാൻ പോയി. നൈറ്റ് ആവാറായപ്പോഴത്തേനും നല്ല വൈബായിരുന്നു. കുറച്ച് ഇരുട്ടും കുഞ്ഞു ലൈറ്റും നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ സൺറൈസ് കാണാൻ പോയി. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല ക്ലൈമറ്റും നല്ല വൈബും പോരാഞ്ഞിട്ട് നമ്മളൊരു വീണ്ടും ഹില്ല് കയറിയിട്ടാണ് സൺറൈസ് കാണുന്നത്. അപ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഇറങ്ങുവാണ്. ഇറങ്ങിയപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. ആക്ച്വലി കമ്പാരറ്റീവ്ലി ഇന്നലെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ലൈക്ക് മനസ്സിലൊക്കെ വലയുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ഓക്കെയാണ്. ലൈക്ക് സ്ലോപ്പാണല്ലോ, എന്നാലും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇന്നലത്തേനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് അട്ടയും കുറവാണ്. എൻ്റെ കൂടെ വന്നവരൊക്കെ ഫ്രണ്ടിൽ തന്നെ പോയി. ഞാൻ ഇങ്ങനെ പയ്യെ നടക്കുവാണ്. കേക്കല്ല ഗൈസ്, വേറെ എല്ലാ പ്രാന്തിൻ്റെ പുറമെ ഞങ്ങൾ അന്താക്ഷരി കളിക്കാൻ കാട്ടിക്കൂടെ നടന്നിട്ട് ഞങ്ങൾ 5 പേരായിരുന്നു. ഒരാൾ അരപ്പോ സ്പീഡിൽ നടന്നു പോയി. ഞാൻ 4 പേര് പയ്യെ നടക്കുക. കണ്ടോ, ഏതാ പാട്ട് പാട്. എന്തെയാണ് കാട്ടിക്കൂടെ വൈബ് ചെയ്ത് നടക്കണം, വയ്യെങ്കിൽ പോലും. ഫൈനലി ഞങ്ങൾ എത്താറായ റോഡാണ്. ഇന്നലെ ഞങ്ങൾ 2 മണിക്കൂർ എടുത്തെങ്കിൽ ഇന്ന് പെട്ടെന്ന് എത്തി. എനിക്ക് ഏറ്റാണ്, കുറച്ച് പാടായിരിക്കും. ഗൈസ്, ഇതാണ് വില്ലേജ്. ഇതാണ് എല്ലേപ്പട്ടി വില്ലേജ്. കണ്ടോ, അയ്യോ ഞാനാണ് പറയണ്ടേ. രാജാവോ, രാജാവ്, രാജ്ഞി, മന്ത്രി, രാജകുമാരൻ. ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ ബസ് വരുന്നുണ്ട്. സോ എല്ലേപ്പറ്റിനോട് ബൈ ബൈ പറയുവാണ്.